JNU വിദ്യാർത്ഥി നജീബ് അഹമ്മദിന്റെ തിരോധാനത്തിൽ CBI കേസ് അവസാനിപ്പിച്ചു. CBI സമർപ്പിച്ച റിപ്പോർട്ട് ഡൽഹിയിലെ റൌസ് അവന്യൂ കോടതി അംഗീകരിച്ചു. 2016 ഒക്ടോബർ 15-നാണ് JNU ക്യാമ്പസിലെ ഹോസ്റ്റലിൽ നിന്ന് നജീബിനെ കാണാതാവുന്നത്. ഇതിന് തലേന്ന് ABVP പ്രവർത്തകർ നജീബിനെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ധനസുമോദ് ചേരുന്നു. ധനസുമോദ്, എന്തുകൊണ്ട് CBI കേസ് അവസാനിപ്പിച്ചു? CBI ഇപ്പോൾ നജീബിനെ കണ്ടെത്താനായില്ല, തുടർച്ചയായ അന്വേഷണം നടത്തിയിട്ടും കണ്ടെത്താനായില്ല എന്ന ഒരു ക്ലോസർ റിപ്പോർട്ടാണ് റൌസ് അവന്യൂ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് റൌസ് അവന്യൂ കോടതി അംഗീകരിക്കുകയായിരുന്നു. 24 ലക്ഷത്തിലധികം രൂപ മുടക്കി നിരവധി പോലീസുകാരുടെ സേവനത്തോടുകൂടിയാണ് അന്വേഷണം നടത്തിയത്. മാത്രമല്ല, ഈ മർദ്ദിച്ച ABVP-ക്കാർ 9 പേരാണ് ഇത് മർദ്ദനത്തിന് ഈ കാണാതാകുന്നതിന്റെ തലേ ദിവസം മർദ്ദിച്ചിരുന്നത്. അവരുടെ ഫോൺ പരിശോധിച്ചു. ഛത്തീസ്ഗഡിലെ ഫോറൻസിക് റിപ്പോർട്ട് പരിശോധന ലൈബ്രറിയിലാണ് പരിശോധന നടത്തിയത്. പക്ഷേ ആ ലാബറട്ടറിയിൽ നടത്തിയ പരിശോധനയിലും കൃത്യമായ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു കാര്യം കൂടി സൂചിപ്പിച്ചിരുന്നു. മാത്രമല്ല, ഈ ഇദ്ദേഹത്തിന്റെ മാതാവ് നൽകിയ, നഫീസ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം FIR ഇട്ടിരുന്നത്. പക്ഷേ പലപ്പോഴും ഈ ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള വാർത്തകളായിരുന്നു. അതായത് ഈ നജീബ് മറ്റു വിദേശത്തേക്ക് കടന്നു എന്നതടക്കമുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ നഫീസ ഒരു പോരാട്ടം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ 9 വർഷമായിട്ട് വളരെ മെല്ലെ പോക്കിലാണ് ഇതിന്റെ അന്വേഷണം നടത്തുന്നത്. പലതവണ പല കേന്ദ്രങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ഈ അന്വേഷണം വഴിപിഴപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നതായി നഫീസ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. അതായത് ഇദ്ദേഹം കാണാതാകുന്നതിന് മുമ്പ് ഒരു ഓട്ടോറിക്ഷയിൽ കയറി ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയിൽ പോയി എന്നതടക്കമുള്ള തെളിവുകൾ വ്യാജമായി സംഘടിപ്പിച്ചതാണ് എന്നുള്ളൊരു കാര്യമാണ് ഈ പരാതിക്കാരി നിരന്തരം ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കൂടുതൽ അന്വേഷണത്തിലേക്കോ അദ്ദേഹത്തിനെ കണ്ടെത്തുകയോ ചെയ്യാതെ കേസ് അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. കഴിഞ്ഞ തവണ കേസ് അവസാനിപ്പിച്ചപ്പോഴും ഇക്കാര്യങ്ങൾ തന്നെ ആവശ്യപ്പെട്ടത്. ഈ നജീബ് ജീവിച്ചിരിക്കുന്നുണ്ടോ അതോ അദ്ദേഹം ജീവനോടെ ഇല്ലയോ എന്ന കാര്യമെങ്കിലും കൃത്യമായി അറിയിക്കണം എന്നുള്ളൊരു കാര്യം ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ആ തരത്തിലേക്കുള്ള ഒരു പരാമർശവും നടത്താതെ വ്യാപകമായ അന്വേഷണം ശക്തമായി തന്നെ നടത്തി അദ്ദേഹത്തിനെ കണ്ടെത്താനായില്ല എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് അവസാനിപ്പിക്കാൻ വേണ്ടി CBI അപേക്ഷ നൽകിയത്. ആ അപേക്ഷയാണ് ഇപ്പോൾ റൌസ് അവന്യൂ കോടതി അംഗീകരിച്ചിരിക്കുന്നത്. ശരി, ധനസുമോദ്.